അവർ പറഞ്ഞിരിക്കുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള കുളിക്കാനുള്ള നീന്തൽക്കുളം, പിന്നെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങൾ, പക്ഷെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. ചതിയാണ്, ഭയങ്കര ചതിയാണ്. വീടെടുത്ത് തന്നെ അവനിങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. താമസിക്കാൻ വിടൂല എന്ന് പറഞ്ഞിട്ട്. കണ്ണൂർ കാടാച്ചിറ മാളികപ്പറമ്പിൽ വില്ലയിൽ കയറി ഒരു സംഘം റിട്ടയർഡ് അധ്യാപികയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. CMR വില്ല പ്രോജക്ട് MD റസ്റ്റിൻ ജോസഫിനെതിരെയാണ് പരാതി. വൻ വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിച്ച് 60 ലക്ഷം രൂപ വാങ്ങി വീട് പൂർത്തിയാക്കാതെ നൽകിയെന്നും വീണ്ടും പണം ആവശ്യപ്പെട്ടാണ് റസ്റ്റിനും സംഘവും അക്രമം നടത്തിയതെന്നും പരിക്കേറ്റ K പങ്കജാക്ഷി പറഞ്ഞു. സൗജന്യ വൈദ്യുതി, സ്വിമ്മിംഗ് പൂൾ, വിശാലമായ കളിസ്ഥലം, മോഹന വാഗ്ദാനങ്ങളുമായി CMR വില്ല പ്രൊജക്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ റസ്റ്റിൻ ജോസഫ് തന്നെ പ്രത്യക്ഷപ്പെട്ട സോഷ്യൽ മീഡിയ പരസ്യം കണ്ടാണ് തളിപ്പറമ്പിലെ റിട്ടയർഡ് അധ്യാപികയായ K പങ്കജാക്ഷിയുടെ മകൻ K രാകേഷ് കാടാച്ചിറ ഹൈസ്കൂളിന് സമീപത്തെ മാളികപ്പറമ്പിൽ വില്ല വാങ്ങാൻ തീരുമാനിച്ചത്. 70 ലക്ഷം രൂപയാണ് വില്ലയ്ക്ക് പറഞ്ഞിരുന്നത്. ഇതിൽ 60 ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായി നൽകി. വില്ലയുടെ മുഴുവൻ പണിയും പൂർത്തിയാക്കിയാലാണ് 70 ലക്ഷം രൂപ നൽകേണ്ടത്. എന്നാൽ വില്ലയുടെ പണി പാതി വഴിയിൽ നിന്നു. ടൈൽ പാകൽ, പെയിന്റിംഗ് വർക്കുകൾ തുടങ്ങി അനുബന്ധ കാര്യങ്ങളെല്ലാം സ്വന്തം നിലയിലാണ് ചെയ്തതെന്ന് പങ്കജാക്ഷി പറഞ്ഞു. പാതി വഴിയിൽ ഇട്ടുപോയ വില്ലയുടെ മുഴുവൻ പണവും ആവശ്യപ്പെട്ടാണ് CMR വില്ല പ്രൊജക്ടിന്റെ MD റസ്റ്റിൻ ജോസഫ് ഗുണ്ടകളെയും കൂട്ടി വീട്ടിൽ കയറി തന്നെ ആക്രമിച്ചതെന്നും പങ്കജാക്ഷി പറഞ്ഞു. 70 ലക്ഷം രൂപയാണ് ഹാർമണി വില്ല 22 വില്ലയാണ് നമ്മളത് ആദ്യത്തെ വീട്. അപ്പോൾ ഹാർമണി വില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 70 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ പിന്നെ മൊത്തം 60 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു. അവൻ ഇട്ടേച്ച് പോയതുകൊണ്ട് 10 ലക്ഷം രൂപയുടെ പണി ഞങ്ങൾ എടുത്ത് ഞാൻ അവിടെ താമസിക്കുകയാണ്. അപ്പോൾ അവന് പിന്നെ മൊത്തം കിട്ടണമെന്നും പറഞ്ഞിട്ട് അവൻ ഇപ്പോഴും ഞങ്ങളുടെ ഉപദ്രവിക്കുന്നത്, പൂട്ട് പൊളിക്കുക, തച്ചിടുക. CMR വില്ലൻ്റെ ഓണർ റസ്റ്റിൻ ജോസഫ്. ആ സ്ഥലം മൊത്തം രാജശ്രീയുടേതാണ്. വില്ല പണിയിൽ മാത്രമേ അവന് പണിയുള്ളൂ. അപ്പോൾ അവനിങ്ങനെ വല്ലാതെ ഉപദ്രവിക്കുന്നു ഞങ്ങളെ. ഞാൻ തനിച്ചേ ഉണ്ടാവും. അപ്പം എനിക്ക് താമസിക്കാൻ വീട്ടിൽ കയറി ഉപദ്രവിച്ചു. ഇന്നലെ അവൻ എൻ്റെ കൈക്ക് കടന്നു പിടിച്ച് പിന്നെ എന്നെ ഉന്തിയിടുകയൊക്കെ ചെയ്ത്. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇപ്പം രാവിലെ വന്നിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ. വില്ല വാങ്ങാനായി സമീപിച്ചപ്പോൾ പറഞ്ഞ ഒരു സൗകര്യവും ലഭിച്ചില്ലെന്നും പങ്കജാക്ഷി പറയുന്നു. ശരിക്ക് ഒരു സൗകര്യമില്ല, വില്ലയുടെ ഒരു സൗകര്യവും അവിടെ ഇല്ല. എല്ലാം ഞങ്ങൾ ആക്കിയതാണ്. അതെയോ കുറച്ച് പണിയും അവൻ എടുത്തിരുന്നേ മാത്രമേ ഉള്ളൂ. പൈസ 60 ലക്ഷം കൊണ്ട് പോയി. അവർ പറഞ്ഞിരിക്കുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള കുളിക്കാനുള്ള നീന്തൽക്കുളം, പിന്നെ അവർ കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട്, അതുപോലെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങൾ, പക്ഷെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. പണം ആവശ്യപ്പെട്ട് മാളികപ്പറമ്പിലെ വില്ലയിൽ എത്തിയ റസ്റ്റിൻ തന്നെ തള്ളിയിട്ടതായും പങ്കജാക്ഷി പറഞ്ഞു. തുടർന്ന് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. തലക്കാണ് പരിക്കേറ്റത്. എടക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി ഇതിനെതിരെ പരാതിയും നൽകി. തനിക്ക് ഭീഷണിയുണ്ടെന്നും വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും പങ്കജാക്ഷി. ഇവനൊരു ഗുണ്ടനെയും കൂട്ടിയിട്ടാണ് വരുന്നത്. വലിയ പ്രയാസമുണ്ട്. അപ്പം വീട്ടിന് പ്രൊട്ടക്ഷൻ തരണം, എനിക്കും പ്രൊട്ടക്ഷൻ തരണം. അത്രയ്ക്കും പ്രയാസമാണ്. അവൻ ഇടയ്ക്കിടയെ വരുന്നുണ്ട് അവിടെ. വലിയ പ്രയാസമാണ്. രാത്രിയൊക്കെ വന്നിട്ട് ഉപദ്രവിക്കാന്ന് വെച്ച് പകലും ഇങ്ങനെ വന്നിട്ട് എൻ്റെ കൈ കയറി കേൾപ്പിക്കുകയും എന്നെ ഉന്തിയിടുകയും എന്നിട്ട് എൻ്റെ തലയൊക്കെ വെച്ചടിച്ച് പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. CCTV എല്ലാം എടുത്ത് തലക്ക് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. പൊട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. പങ്കജാക്ഷിയുടെ വില്ലയിലേക്ക് റസ്റ്റിൻ ജോസഫ് വരുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പരാതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അകത്ത് കയറിയാണ് ഭീഷണിപ്പെടുത്തിയത്. ഭീഷണി മുഴക്കുന്നതിന്റെ സംഭാഷണവും CCTVയിൽ ഉണ്ട്. അകത്ത് ക്യാമറ ഇല്ലാത്തതിനാൽ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല. 60 ലക്ഷം രൂപ നൽകിയിട്ടും വില്ല ഇതുവരെ തങ്ങളുടെ പേരിലേക്ക് മാറ്റിക്കിട്ടിയിട്ടില്ലെന്നും നിയമലംഘനത്തിന്റെ അടക്കം പേരിൽ കോർപ്പറേഷനിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായതായും ഇവർ പറഞ്ഞു. ഈ പ്രശ്നവും തങ്ങൾ സ്വന്തം നിലയിൽ പരിഹരിക്കേണ്ട അവസ്ഥയിലാണെന്നും പങ്കജാക്ഷി പറയുന്നു. പണം നൽകി വില്ല വാങ്ങിയിട്ട് മനസ്സമാധാനം പാടെ ഇല്ലാതായ സ്ഥിതിയാണ് നിലവിലുള്ളതെന്നും പങ്കജാക്ഷി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.